പൊന്നാനി കടവനാട് പ്രവാസി കൂട്ടായ്മ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കടവനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കടവനാട് GLP സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എക്സൈസ് പ്രിവന്റീവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററുമായ പ്രമോദ് PP നിർവഹിച്ചു. പ്രവാസി കൂട്ടായ്മ ചെയർമാൻ ഷാജി മാത്തൂരായിൽ അധ്യക്ഷത വഹിച്ചു. JEE പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സുദർശ് PV, എഴുത്തുകാരി മുർഷിദ കടവനാട് എന്നിവർക്കുള്ള സ്നേഹോപഹാരങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ ബാബു VP, ബിൻസി ഭാസ്കർ, പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, മണികണ്ഠൻ, സ്കൂൾ PTA പ്രസിഡന്റ് സത്താർ എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും അനീഷ് പള്ളിക്കര നന്ദിയും പറഞ്ഞു. അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തും പ്രശ്നമുണ്ടാകുന്ന ഫാമിലീസിനെ, അല്ലെങ്കിൽ രക്ഷാകർ വിദേശത്തായുള്ള ആ ഫാമിലിയിലെ കുട്ടികളെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിടിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹം കൊടുത്തു വളർത്തുന്ന ഒരു കുട്ടികളും അവരെ കേൾക്കാൻ സമയം കണ്ടെത്തുന്ന, അവർക്ക് ഇടം കൊടുക്കുന്ന കുടുംബത്തിലെ ഒരു കുട്ടികളും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളിൽ പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ആ ചിന്തയാണ് നമ്മൾ വേണ്ടത്. ആ ചിന്ത അവരോട് സംസാരിക്കാൻ, പുറത്തു പോകുന്ന സമയത്ത് അവർക്കൊരു മുത്തം കൊടുത്തു വിടുക, തിരിച്ചു വരുന്ന സമയത്ത് സ്നേഹത്തോടെ ആ കവളിൽ ഒരു മുത്തം കൊടുക്കുക. ആ മുത്തം കൊടുക്കലുകളാണ് വേണ്ടത്. അതിൽ നിന്ന് പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ കുട്ടികളുടെ മുഖത്തും വായന്നു വരുന്ന ആ സംഭവങ്ങൾ നമുക്ക് പലതും വായിച്ചറിയാനുണ്ട്. നമ്മുടെ മക്കൾ പുറത്തുപോയി തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ നേരം വൈകിയേക്കാം. ആ വൈകി വരുമ്പോ ആരാ വാതിൽ തുറന്നു കൊടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ. ആ വാതിൽ തുറന്നു കൊടുത്ത് ഇങ്ങോട്ട് പോരല്ല ചെയ്യേണ്ടത്. ആ വാതിക്കൽ നിൽക്കണം. നിന്നിട്ട് എവിടെ എന്താ നീ ഇന്ന് ആരൊക്കെ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെയാ നീ കഴിച്ച്, ആ വാതിക്കെന്ന് ചോദിക്കുമ്പോ ആ വാതില് രണ്ടാൾക്ക് കിടക്കാൻ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. അതിലൂടെ കടന്നു വരുമ്പോ ആ മറുപടി അവൻ പറയും. ആ മറുപടി നമ്മൾ കേൾക്കുമ്പോ അവന്റെ വായിൽ നിന്ന് വരുന്ന സ്മെല്ലില് നമുക്ക് പലതും വായിച്ചറിയാണ്ട്. ചില ദിവസം അവൻ നമ്മളെ പുറം തിരിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക, കയറി വരിക. അപ്പോഴും നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. ആ മനസ്സിലാക്കലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ജ്യൂസ് വാങ്ങി കൊടുക്കും, കഴിക്കും. അടുത്ത മൂന്നാമത്തെ ദിവസം ആവുമ്പോഴത്തേക്കും എന്ത് വേണമെന്ന് പറയും, ആ ജ്യൂസ് എന്ത് വേണമെന്ന് പറയും, പൈസ വേണമെന്ന് പറയും. ആ അവസ്ഥയിലേക്ക് അന്ന് പോയി അങ്ങനെ അഡിക്റ്റ് ആവുന്ന തരത്തിൽ ഒരൊറ്റ പ്രാവശ്യ ഉപയോഗം അഡിക്റ്റ് ആവുന്ന ലഹരി വസ്തുക്കൾ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ പെടാതിരിക്കാൻ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ദോഷമുണ്ടാക്കുന്ന ഒരു വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല, എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനമാണ് ആരെടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത്. രക്ഷിതാക്കൾ അതിന് മാതൃകയാവും വേണം. ആ മാതൃകയാവലാണ് വേണ്ടത്. ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല, എന്റെ കുടുംബത്തിലേക്കൊന്നും കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. നമ്മള് കേരളം എന്ന് പറയുമ്പോൾ വളരെ പല കാര്യങ്ങളും ഉയർന്ന മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാന. പ്രളയമാകട്ടെ, നിപ്പയാവട്ടെ, കൊറോണയാവട്ടെ, അങ്ങനെ പലതിനെയും അതിജീവിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇതിനെ അതിജീവിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് നമ്മളൊക്കെ പഴയ കാലത്ത് സിനിമ കാണാൻ പോയിരുന്നു, ഇല്ലേ? സിനിമ കാണാൻ പോയിരുന്ന സിനിമ പോയി കഴിഞ്ഞാൽ സിനിമ പല ഭാഗത്തും പുക ഉയർന്നിരുന്നു, ഇല്ലേ? ഇന്ന് സിനിമ പോയാൽ എവിടെയെങ്കിലും പുകയിലോ? ഇല്ല. സിനിമ കാണുന്ന പുകയില മാത്രമല്ല, ഇന്ന് ആ സീറ്റിൽ നിന്ന് മറ്റൊരു കാല് സീറ്റിലേക്ക് കയറ്റി വെക്കാൻ പറ്റുമോ? അപ്പൊ പുറത്ത് തട്ടും, ആ കാല് ഇറക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ഇറ്റ് വയ്ക്കോളൂ എന്ന് പറയും. 120, 140 രൂപ കൊടുത്തിട്ട് സിനിമ ടിക്കറ്റ് എടുത്ത് ആ സിനിമ നീറ്റ് പോയി നമ്മള് സിനിമ കംപ്ലീറ്റ് കണ്ടു പോരും. അപ്പൊ അവര് പറയുന്ന പോലെ നമ്മൾ കേട്ടുപോരും. അവിടെ ആരും പുകവലിക്കാറില്ല, അല്ലെ? അത് നിർത്താൻ കഴിഞ്ഞു. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, മുൻകാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇരുന്ന് പുകവലിച്ചിരുന്നു. ഇന്ന് ആരെങ്കിലും പുകവലിക്കോ? ഇല്ലല്ലോ. അന്ന് അത് മുഴുവൻ ശ്വസിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു. ഇന്ന് ആരും പുകവലിക്കാറില്ല. പഴയ കാലത്ത് കല്യാണത്തിന്